പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമൊരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. എൻ്റെ പേര് പാസ്റ്റർ സജി മട്ടമ്പേൽ എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ ഉദയംപേരി ദേശത്ത് പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒപ്പം തന്നെ കർമ്മൽ തിയോളജിക്കൽ കോളേജ് എന്ന ഒരു ഓൺലൈൻ ബൈബിൾ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ മറ്റ് അധ്യാപക ശ്രേഷ്ഠന്മാരെല്ലാം ഉണ്ട്. ഞങ്ങൾ ഒന്നായി ചേർന്ന് കർത്താവിൻ്റെ ദൈവരാജ്യ വേലയ്ക്കായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് റോസ് ഫാമിലി എന്ന ഈ പേജിലൂടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് വചന പഠനങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങളേറെ വലുതാണ്. നല്ല ഉപദേശങ്ങൾ ഇന്ന് ലഭിക്കാതെ അനേകർ വഴിതെറ്റി ദുരുപദേശങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള ഫേസ്ബുക്കിലൂടെ ലോകത്തിന് മുഴുവൻ വചനം അറിയിക്കുവാൻ അനേക സഹോദരിമാരെ ഈ നാളുകളിൽ ദൈവം ഉപയോഗിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്തിനു പറയുന്നു? കൊറോണയുടെ കാലം നമുക്ക് കഷ്ടവും ദുഃഖവും എല്ലാം ഉണ്ടാക്കിയ ഒരു കാലമാണെങ്കിലും അനേക സഹോദരിമാർ ഇതുപോലെയുള്ള ഫേസ്ബുക്കിലെ കർത്താവിൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ച വളരെ ഭംഗികര ആയിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ എല്ലാ ദിവസവും മീഡിയയിലൂടെ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. ഓക്കെ, ഇന്ന് ഈ ഫേസ്ബുക്ക് പേജിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പ്രാരംഭ ക്ലാസ്സിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഓർമ്മയിൽ ആദ്യം വരേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്വകരമായ ഒരു പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ബൈബിൾ പഠിതാക്കൾ, അതായത് ബൈബിൾ പണ്ഡിത്യന്മാർ അവകാശപ്പെട്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്വകരമായ ഗ്രന്ഥമാണ് യോഹന്നാന്റെ സുവിശേഷം എന്നതാണ്. അതുകൊണ്ട് തന്നെ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച സ്നാനപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യോഹന്നാന്റെ സുവിശേഷ പഠനം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമ്മൾ മറ്റ് സുവിശേഷങ്ങളൊന്നും മോശമല്ല എന്നുള്ളതല്ല, എങ്കിലും യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് അത് ദൈവശാസ്ത്രപരമായ സുവിശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തിരുവചനത്തിൽ നിന്നും വളരെ ആധികാരികമായ ഒരു ബന്ധവും കർത്താവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ആഴമായ ഒരു അറിവ് നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഏറെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകം ഓർക്കണം, യോഹന്നാൻ സുവിശേഷീകരണത്തിൻ്റെ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് യോഹന്നാൻ ഇത് എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷം എന്തിനെഴുതിയെന്ന് യോഹന്നാൻ തൻ്റെ പുസ്തകത്തിലെ 20-31 വേദഭാഗത്തിൽ യോഹന്നാൻ പറയുകയാണ്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നതിന്റെ കാരണം എന്താണ്, അതിന്റെ ഉദ്ദേശമെന്ന് എഴുത്തുകാരൻ വ്യക്തമാക്കിയിരിക്കുകയാണ് തൻ്റെ ഈ എഴുത്തിലൂടെ. എന്താണ്? എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സുവിശേഷീകരണം തന്നെയാണ്.
ഒരു ദൈവ പൈതൽ ഈ സുവിശേഷം യഥാർത്ഥമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ അവനിൽ ഒരു സുവിശേഷകൻ ഉളവാകുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. നമ്മളാൽ ആകുന്ന രീതിയിൽ ഇന്നത്തെ കാലത്ത്, ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വേലയെ ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കുറച്ച് പ്രസംഗങ്ങൾ കേട്ടോ, കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു പോകുന്ന ഒരു കേൾവിക്കാരനായി വിശ്വാസിയാകുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മളും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാകണം. അതിനുവേണ്ടിയാണ് ഈ സുവിശേഷത്തിന്റെ പഠനം എന്ന് പറയുന്നത് തന്നെ. എന്താണ്? നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു എന്ന് ഇതിന്റെ അവസാനം തന്നെ യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ സുവിശേഷം ശ്രദ്ധയോടെ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകം ഓർക്കണം, ഇതൊരു പഠന ക്ലാസ്സാണ്. നമുക്കൊരിക്കലും ഇതൊരു പ്രസംഗമോ ഒരു പ്രബോധനമോ ഒന്നുമല്ല. ഇതൊരു പഠന ക്ലാസ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇത് റെഗുലറായിട്ട് എല്ലാ ബുധനാഴ്ചയും 5 മണി മുതൽ 6 മണി വരെയാണ് ഈ പഠന ക്ലാസ് നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ വിളിക്കണം. നിങ്ങളുടെ സംശയങ്ങൾ എപ്പോൾ വിളിച്ചാലും അതിന് എൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അതിനൊരു ആൻസർ തരാം. കാരണം വചനം പഠിക്കുവാനുള്ള താല്പര്യം, ഉത്സാഹം നമുക്കുണ്ടാകണം. പഴയ പോലെ ഞാനൊക്കെ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ എത്രയോ കിലോമീറ്ററുകൾ കടന്നുപോയാണ് വചനം പഠിച്ചത്. പഠിക്കുവാനുള്ള താല്പര്യവും ആഗ്രഹവും മൂലമാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ഇരിക്കുന്നിടത്ത് കർത്താവിന്റെ വചന പഠനം എത്തിയിരിക്കുകയാണ്. നമ്മൾ ഡ്രസ്സ് മാറണ്ട, വണ്ടിക്കൂലി മുടക്കണ്ട, നമുക്ക് മറ്റധ്വാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും 5 മണി മുതൽ 6 മണി വരെയാണ് ഈ യോഹന്നാന്റെ സുവിശേഷം എന്ന ഈ പഠനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ റെഗുലറായി ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഏറെ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഓക്കെ, അപ്പൊ നമ്മൾ താഴോട്ട് വന്നു കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സുവിശേഷം ഉണ്ടെങ്കിൽ അത് യോഹന്നാന്റെ സുവിശേഷമാണ്. ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ലോകത്തിലെ ആളുകൾ വായിച്ചിട്ടുമുള്ളതായ ഒരു സുവിശേഷം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രാധാന്യത്തിലും സ്വാധീനതയിലും അപൂർവതയിലും വിശ്വസാഹിത്യത്തിലും അതിപ്രധാനമായ ഗ്രന്ഥം തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന് നാം മനസ്സിലാക്കണം. യേശുവിന്റെ ദൈവത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും അവസാനമായി എഴുതപ്പെട്ട ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റ് 3 സുവിശേഷങ്ങളിലും ഇല്ലാത്ത അനേക കാര്യങ്ങൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയും. നമുക്കറിയാം, കർത്താവിന്റെ അപ്പോസ്തലന്മാരെല്ലാവരും രക്തസാക്ഷികളായവരാണ്. എല്ലാവരും കർത്താവിന്റെ നാമമുഹൂർത്തത്തിനായിട്ട് രക്തസാക്ഷികളായവരാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രതിഫലം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ നാമത്തെ രക്തസാക്ഷികളാകുന്നവർക്കാണ്. അവർക്കൊക്കെ കിട്ടുന്ന ആ മഹനീയമായ കിരീടം ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. അത്രമാത്രം അവർ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു രക്തസാക്ഷികളായതാണ്. എന്നാൽ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം വളരെ വാർദ്ധക്യം ചെന്ന് മരിച്ചു എന്നാണ് നാം അറിയുന്നത്. എങ്കിലും അപ്പോസ്തലന്മാരുടെ ഗണത്തില് രക്തസാക്ഷികളുടെ പട്ടികയിൽ തന്നെയാണ് യോഹന്നാൻ അപ്പോസ്തലനും എന്ന് നാം മനസ്സിലാക്കണം. കാരണം തിളച്ച എണ്ണയിൽ ഒരു മനുഷ്യനെ മുക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരിച്ചില്ല എങ്കിൽ ആ മനുഷ്യന്റെ രക്തസാക്ഷിത്വമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ വേലകള് തീർന്നു പോകാഞ്ഞതുകൊണ്ട് ഓർക്കണം, നമ്മുടെ ദൈവം നമ്മളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന വേലകള് തീരുന്നതുവരെയും ഈ ലോകത്തിന് പലതുകൊണ്ട് നമ്മളെ കഷ്ടപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നമ്മുടെ ദൗത്യം തീർക്കുന്നത് വരെയും ദൈവത്തിന്റെ കൃപ നമ്മളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തിളച്ച എണ്ണയിൽ വരെയും മുക്കിയിട്ട് മരിക്കാതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തിളച്ച എണ്ണയിലേക്ക് പപ്പടമിട്ടാൽ അതിന്റെ അനുഭവം എന്താണ്? എന്നാൽ തിളച്ച എണ്ണയിലേക്ക് ഈ മനുഷ്യനെ പിടിച്ചിട്ടിട്ട്
പച്ചോളത്തിലേക്ക് പപ്പടമിട്ടതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു. അവര് ഇപ്പോൾ മരിച്ച് അവൻ പൊങ്ങി അവന്റെ തൊലിയെല്ലാം വീർത്തു വരുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ദൈവം ആരാണ്? അവൻ തീക്ക് മുമ്പേ പോകുന്നവനെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ എബ്രായ പുരുഷന്മാരെ തീയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസറും അവന്റെ അധികാരികളും നോക്കുമ്പോൾ ആ തീക്കകത്ത് 4 പേര് നടക്കുന്നു എന്ന് പറയുന്നത് തീയിലിറങ്ങി നമ്മെ വിടിവിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിച്ച് ആരാധിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ ശുശ്രൂഷ തീർന്നു പോകാത്തത് കൊണ്ട് വീണ്ടും അവര് പല കാര്യങ്ങളും അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. അതിലെല്ലാം അവർ പരാജയപ്പെട്ടു. അവസാനം അവർ പത്മോസ് ദ്വീപിലേക്ക് അവനെ നാടുകടത്തി. പത്മോസിന്റെ അനുഭവമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അവിടെ ദൈവം വരുവാനിരിക്കുന്ന ഒരു വലിയ വെളിപ്പാട് അവനെ കാണിക്കുകയും അതെല്ലാം കണ്ട് തിരിച്ചു വന്ന എഫെസോസിൽ പാർക്കുമ്പോഴാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയതെന്ന് ചരിത്രകാരന്മാർ പറയുകയാണ്. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ ഒരു ആരംഭം എങ്ങനെ ഉണ്ടായെന്നും നാം അറിയേണ്ടത് ആവശ്യമാണ്. എന്താണ് അവിടെ അപ്പോസ്തലനായ യോഹന്നാന്റെ അന്ത്യനാളിൽ എഫെസോസിൽ കഴിയുന്നതായ സമയത്ത് തന്റെ ഉറ്റ സുഹൃത്തുക്കളിൽ ചിലർ തന്നെ സമീപിക്കുകയും സമകാലിക സുവിശേഷങ്ങൾക്ക് അനുബന്ധമായി, സമകാലിക സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് മറ്റ് 3 സുവിശേഷങ്ങളാണ്. പ്രത്യേകം ഓർക്കണം, നമ്മുടെ ദൈവമക്കൾക്ക് വചന പഠനത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നോക്കമാണ്. എല്ലാവർക്കും പ്രസംഗം കേൾക്കുന്നത് വലിയ താല്പര്യമാണ്. ഇരുന്ന് വചനം പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് സുവിശേഷം എഴുതിയതെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ ശിഷ്യന്മാരാണ്, അപ്പോസ്തലന്മാരാണെന്നൊക്കെ അങ്ങ് അടിച്ചു വിടുന്നത് കാണാം. എന്നാൽ പ്രത്യേകം നമ്മൾ പഠന ക്ലാസ് ആയതുകൊണ്ട് ഓർക്കണം, 4 പേര് കർത്താവിന്റെ സുവിശേഷം എഴുതിയിട്ടുണ്ട്. 4 പേര്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇതില് കർത്താവിന്റെ ശിഷ്യനെന്ന് പറയുന്നത് 2 പേര് മാത്രമേ ഉള്ളൂ. 1 മത്തായിയും 2 യോഹന്നാനും മാത്രമാണ്. ലൂക്കോസും മർക്കോസും കർത്താവിന്റെ അപ്പോസ്തലനോ ശിഷ്യനോ ആയിരുന്നില്ല. പ്രത്യേകം നാം ഓർക്കണം, മർക്കോസും ലൂക്കോസും പത്രോസിന്റെയും ലൂക്കോസിന്റെയും ശിഷ്യന്മാരായിരുന്നു. അത് നാം പ്രത്യേകം ഓർക്കണം. പലപ്പോഴും ദൈവമക്കളോട് ചോദിച്ചു കഴിയുമ്പോൾ, ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിയുമ്പോൾ അവരും പറയുന്നതാണ് 4 പേരും അപ്പോസ്തലന്മാരായിരുന്നുവെന്ന്. അല്ല, അത് തെറ്റായ ഒരു പഠനമാണ്. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ 2 പേര് മത്തായിയും യോഹന്നാനും മാത്രമായിരുന്നു. മറ്റവർ 2 പേര് പത്രോസിൽ നിന്നും പൗലോസിൽ നിന്നെല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ കർത്താവിന്റെ സുവിശേഷം എഴുതിയതെന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ യോഹന്നാൻ കർത്താവിന്റെ കൂടെ നടന്നവനായിരുന്നു, കർത്താവിന്റെ മാറോട് ചേർന്നവനായിരുന്നു, കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാനെ കുറിച്ച് പറയുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ്. യോഹന്നാനെ പറയുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം എടുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം, വളരെ വാർദ്ധക്യത്തിലായിരിക്കുമ്പോഴാണ് ഈ ദൈവകൃപയാൽ പരിശുദ്ധാത്മാവിനാൽ ഇത് എഴുതിയത്. ആ മനുഷ്യൻ അങ്ങനെ പാർഷനേജിലായിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: കുഞ്ഞുങ്ങളെ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. അത് കർത്താവിന്റെ കൽപ്പനയാണ്. ഈ ലോകത്തിലെ നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ കൽപ്പനയാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അന്യോന്യം സ്നേഹം എന്നത് വിശുദ്ധ ബൈബിളിലെ ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ധന്യനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അതിന്റെ 13-ാമത്തെ അധ്യായത്തിൽ എന്താണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവിൽ വലിയോ സ്നേഹം തന്നെ. സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഘടകമാണ്. ഓക്കെ, അപ്പോൾ ഈ യോഹന്നാൻ വാർദ്ധക്യത്തില് എഫെസോസിൽ തന്റെ അന്ത്യകാലം കഴിക്കുമ്പോൾ ചിലർ തന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, സമകാലിക സുവിശേഷങ്ങൾക്ക് അനുബന്ധമായ ഒരു സുവിശേഷം എഴുതണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പരിശുദ്ധാത്മ നിയോഗത്താൽ അദ്ദേഹം എഴുതുകയും ചെയ്തതായി അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് അഭിപ്രായപ്പെടുന്നു. അതായത് നമ്മുടെ പുസ്തകത്തിനെല്ലാം ഒരു ആധികാരികത ലഭിച്ചത് അപ്പോസ്തലന്മാരുടെ കാലഘട്ടം 1-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള പിതാക്കന്മാരായിരുന്നു ക്ലെമന്റ്, ഓറിയൻ, തർത്തുല്യൻ,
ക്രിസ്റ്റോസ്, ഇങ്ങനെയുള്ള സഭാപിതാക്കന്മാര് അവരെല്ലാമാണ് ഈ എഴുത്തുകളെല്ലാം ആരാണ് എഴുതിയതെന്നും അതെന്തിനാണ് എഴുതിയതെന്നും അതിന്റെ ഉദ്ദേശം എന്ത് എന്നെല്ലാം നമ്മൾ വ്യക്തമാക്കി തന്നെ. അതുകൊണ്ട് യോഹന്നാൻ ഇത് എഫെസോസ് എന്ന സ്ഥലത്ത് വെച്ച് ആ എഫെസോസിലെ സഭയുടെ പാർക്കുന്ന കാലത്ത് തന്റെ വാർദ്ധക്യ സമയത്ത് ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. യോഹന്നാൻ എഴുതിയ 5 എഴുത്തുകളുണ്ട്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം, 3 ലേഖനങ്ങള്, വെളിപ്പാട് പുസ്തകം, ഇങ്ങനെ 5 പുസ്തകങ്ങളാണ്. അതും വിലയേറിയതും ഈടുറ്റതും മൂല്യമുള്ളതുമായ 5 പുസ്തകങ്ങളാണ് ഈ മനുഷ്യനെ ദൈവം എഴുതുവാൻ ഏൽപ്പിച്ചതെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അതിലൊക്കെ ഒരു വാക്ക് എഴുതി വെക്കാൻ കഴിഞ്ഞാൽ ഉള്ള ഭാഗ്യ പദവിയെ നമ്മളൊന്ന് ആലോചിച്ച്. അപ്പോൾ 5 പുസ്തകമൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അതിലൊന്ന് പേരെഴുതിയാലോ. നമ്മൾ ഉപയോഗിക്കുന്ന ആ ബൈബിളിൽ നമ്മുടെ പേരൊന്ന് എഴുതി കഴിഞ്ഞാൽ അതുപോലും നമുക്ക് എത്ര ഭാഗ്യമാ. അത് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം വരുന്നത്, പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് പോലെ ജീവപുസ്തകത്തിൽ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് പോലെ ജീവപുസ്തകത്തിൽ പേരെഴുതിയ ക്ലെമന്ത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ധന്യനായ പൗലോസാണ് പറയുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതിയ ക്ലെമന്ത് എന്ന്. ഒന്ന് ആലോചിച്ചേ. അപ്പൊ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴേ അവൻ ജീവപുസ്തകത്തിൽ പേരെഴുതിയവനാണെന്ന് പൗലോസാണ് സാക്ഷ്യം പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം എന്താണ്? ജീവപുസ്തകത്തിൽ പേരെഴുതി ചേർത്തവരാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയത് വെളിപ്പാട് പുസ്തകം 21-ന്റെ 15-ാമത്തെ വേദഭാഗത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന്. അപ്പോൾ പ്രത്യേകം ഓർക്കണം. അങ്ങനെയാണ് ഈ സുവിശേഷം എഴുതിയതെന്ന് അലക്സാണ്ട്രിയക്കാരനായ ക്ലെമന്റ് അഭിപ്രായപ്പെടുകയാണ്. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് യോഹന്നാൻ നൽകുന്ന പ്രാധാന്യവും അത്ഭുത പ്രവൃത്തികൾക്ക് നൽകുന്ന ആഴമായ ആശയവും കണക്കിലെടുത്താൽ യോഹന്നാന്റെ സുവിശേഷത്തെ ആത്മീയ സുവിശേഷം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മീയ സുവിശേഷമാണ്. ഞാൻ പറയുന്നത്, നിങ്ങളൊരു സുവിശേഷം 4 സുവിശേഷങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് യോഹന്നാന്റെ സുവിശേഷമായിരിക്കണം. കാരണം ഇത്രയും ക്രിസ്റ്റോളജി അടങ്ങിയ, ഇത്രയും ദൈവശാസ്ത്രപരമായ മറ്റൊരു സുവിശേഷമില്ല. അതുകൊണ്ട് തന്നെ ഈ പഠനം നിങ്ങൾക്ക് ഏറെ അനുഗ്രഹമായിരിക്കും. ഒരു ക്ലാസ് പോലും നിങ്ങൾ മിസ് ചെയ്ത് കളയാതെ എല്ലാ ക്ലാസ്സിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പറ്റിയാൽ നിങ്ങൾ നോട്ടുകൾ ഒന്ന് എഴുതിയെടുക്കണം. കമന്റിലോ എന്നെ ഡയറക്റ്റ് വിളിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ അല്പം സ്പീഡ് കൂടുന്നുവെങ്കിൽ ഞാൻ അതുമെല്ലാം നിങ്ങൾക്ക് ക്രമീകരിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയും നിങ്ങളിത് പഠിക്കേണ്ടതിനു വേണ്ടിയുമാണ് ഞങ്ങൾ അധ്വാനിക്കുന്നതെന്ന് പ്രാരംഭമായിട്ട് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒന്നിച്ച് ചേർന്നാണ് ഇത് പഠിക്കുന്നത്. ദൈവദാസനായ ഞാനും വലിയ പഠനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും ഒരു MDH വരെ തിയോളജിയിൽ പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എങ്കിലും അതൊന്നും പോരാ. അതൊന്നും എന്താണ്, ദൈവത്തിന്റെ വചനത്തോട് അടുക്കുമ്പോൾ അതൊക്കെ എത്ര നിസാരമാണ്. എങ്കിലും എന്റെ പ്രാപ്തിക്കനുസരിച്ച് നിങ്ങളെ ഇത് പഠിപ്പിക്കുവാൻ ഞാൻ ഉത്സാഹത്തോടെ താല്പര്യത്തോടെ ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം. ഓക്കെ. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കൃതിയാണ് സുവിശേഷങ്ങൾ. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കൃതിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഒന്നുമല്ല സുവിശേഷം എഴുതിയത്. സുവിശേഷം എഴുതിയതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സുവിശേഷം എഴുതിയത് മർക്കോസാണ്. അതും എത്രയാണ്? കർത്താവ് മരിച്ച് സ്വർഗാരോഹണം ചെയ്ത് 35 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മർക്കോസ് കർത്താവിന്റെ ജീവചരിത്രം എഴുതുന്നത്. മർക്കോസ് തന്റെ സുവിശേഷം എഴുതുമ്പോൾ അതിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ഏതാണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് ചെയ്ത 35 അത്ഭുതങ്ങൾ അതിൽ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ പറ്റിയ ഒരു സുവിശേഷം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ്. ഓക്കെ. അപ്പോൾ
ഇത് എന്ന് പറയുന്നത് സുവിശേഷം എന്ന് പറയുന്നത് കർത്താവിന്റെ മരണശേഷമാണ് എല്ലാവരും എഴുതി തുടങ്ങിയത്. അതിനു മുമ്പെല്ലാം അപ്പോസ്തലന്മാർ എന്തുകൊണ്ടാണ് 35 വർഷം കഴിയുന്നത് വരെ കാത്തിരുന്നത്? കർത്താവ് ഇപ്പോൾ വരുമെന്ന് അവരും വിശ്വസിച്ചു. അവിടുത്തെ അവസാനം കർത്താവിന്റെ വരവ് വൈകുന്നു എന്ന് കണ്ടപ്പോഴാണ് അവർ പതുക്കെ എഴുതുവാൻ തുടങ്ങിയത്. അതിന് കാരണക്കാരൻ നമ്മുടെ പൗലോസാണ്. പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം എഴുതിയതിന് ശേഷമാണ് സുവിശേഷങ്ങൾ എഴുതി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് സുവിശേഷം എഴുതിയില്ല. എന്നാൽ പൗലോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് റോമാലേഖനമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോ പൗലോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് റോമാലേഖനമാണ്. പ്രതികൾ നാം ഓർക്കണം. അപ്പോൾ ഈ സുവിശേഷം എന്ന് പറയുന്നത് അതിന് ഗ്രീക്കിൽ പറയുന്ന വാക്കാണ് ഏവൻഗേലിയോ. അതിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഏവൻഗേലിയോ. ഈ ഏവൻഗേലിയോൻ എന്ന ഗ്രീക്ക് പദമാണ് പരാമർശിച്ചിരിക്കുന്നത്. അതിന്റെ മലയാള മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സദ്വാർത്ത. സദ്വാർത്ത എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത. അപ്പോ സുവിശേഷം എന്നതിന്റെ മീനിങ് എന്താണ്? നല്ല വാർത്തയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും നല്ല വാർത്ത നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നാം എല്ലാം എന്താണ് ഈ നല്ല വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നാം ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ വീട്ടില് പത്രമിടുന്ന പത്രക്കാരൻ, അവൻ 4 മണിക്ക് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും. പത്രവണ്ടി വന്നത് കാത്തിരുന്ന് അവൻ പത്രം കളക്ട് ചെയ്ത് ഏതാണ്ട് 5 മണിക്കുള്ളിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവൻ പത്രമിടും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പത്രത്തിലെ ഫ്രണ്ട് പേജിലെ വാർത്തകളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്നതാണോ? വളരെ പ്രയാസമുണ്ടാക്കുന്ന വാർത്തകൾ ആ മനുഷ്യൻ അതിരാവിലെ നമ്മുടെ വീട്ടിലെത്തിക്കുന്നുവെങ്കിൽ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സദ്വാർത്ത, നല്ല വാർത്ത, ഈ നല്ല വാർത്ത ഞാനും നിങ്ങളും അറിയിക്കുന്നുണ്ടോ? ഈ ഗുഡ് ന്യൂസ് ഞാനും നിങ്ങളും അറിയിക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ കയ്യിൽ ഈ നല്ല വാർത്ത കിട്ടിയിട്ട് ദൈവത്തിന് വല്ല പ്രയോജനമുണ്ടോ? നമ്മൾ ചിന്തിക്കണം. വചനം പഠിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ പോരാളികളായി തീരണം, കർത്താവിന്റെ സുവിശേഷകരായി തീരണം. നമ്മുടെ പ്രാപ്തി പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യണം. 10 ട്രാക്ടർ എടുത്ത് 10 പേർക്ക് കൊടുക്കുവാൻ ഒരു ദിവസം കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഭാഗ്യപദവി മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ദൈവം തരുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ഈ നല്ല വാർത്ത നമ്മൾക്ക് കിട്ടിയിട്ട് നമ്മൾ കടന്നുറങ്ങുക. നല്ല വാർത്തയുള്ള വിശ്വാസികൾ കടന്നുറങ്ങുമ്പോഴാണ് ഈ ലോകത്തിന്റെ നല്ല വാർത്തയല്ലാത്ത പത്രം നമ്മുടെ വീട്ടിൽ അതിരാവിലെ വന്ന് വീഴുന്നത്. അപ്പൊ സുവിശേഷത്തോട് എനിക്കും നിങ്ങൾക്കും എത്ര പ്രതിബദ്ധതയുണ്ടെന്ന് നാം ചിന്തിക്കണം. ഓക്കെ, നമുക്ക് താഴോട്ട് വരാം. ഞാൻ ഈ സുവിശേഷത്തിന് ഇത് പഠിക്കുന്ന ഒപ്പം തന്നെ സുവിശേഷത്തിനുള്ള താല്പര്യവും നിങ്ങൾക്കുണ്ടാകണം. ഞാൻ ഏതാണ്ട് 10-40 അധ്യാപകന്മാരെന്നെ ഇത്രയും നാളുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല 5 ബൈബിൾ കോളേജിൽ മാറി മാറി പഠിച്ചിട്ടുണ്ട്. 10-40 അധ്യാപകന്മാര് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അധ്യാപകന്മാരൊക്കെ പഠിപ്പിക്കുമ്പോൾ ചില അധ്യാപകന്മാര് ഒരു നല്ല ഹൃദയമുണ്ട്. അതെല്ലാ മനുഷ്യരിലുമുണ്ട്. ആ നല്ല ഹൃദയമുള്ളവര് ഈ പഠിക്കുന്ന തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികള് ഈ പഠിക്കുന്ന കാര്യം ദൈവരാജ്യ മഹത്വത്തിനായിട്ട് ഈ നല്ല വാർത്ത, ഈ ഗുഡ് ന്യൂസ് മറ്റുള്ളവർക്കും പ്രയോജനകരപ്പെടുത്തുവാൻ തക്കവണ്ണം അവർ ഉപകാരപ്പെടേണ്ടതിന് അവരാ നല്ല മനസ്സിൽ ഒത്തിരി പ്രബോധിപ്പിക്കും. അതെല്ലാം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നല്ല ഒരു സ്വഭാവം എന്നിലും വേണമെന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ക്ലാസ് എടുക്കുന്ന കൂടെ നമ്മളിലുള്ള കുറവുകളെയും നമ്മളൊന്ന് പരിഹരിച്ച് ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് സങ്കീർത്തനക്കാരൻ പറയുക, നിന്റെ വായു വിസ്താരത്തെ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കുമെന്ന്. നിന്റെ വായെ വിസ്താരത്തെ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കുമെന്ന്. നമ്മുടെ പ്രാപ്തി പോലെ നമ്മൾ മെസ്സേജ് കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നവരായിരിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി, മഹത്വത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അതെല്ലാം നമുക്ക് ചെയ്യുവാൻ കഴിയണം. കാരണം ദൈവം വേലയില്ലാത്ത ഒരാളെ പോലും വിളിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
ധന്യനായ പത്രോസും യോഹന്നാനും ആന്ത്രയോസും യാക്കോബ് എന്നൊക്കെ പറയുന്നത് പീലിപ്പോസ് എന്നൊക്കെ പറയുന്ന ഗലീലക്കാരായിരുന്നു. ഗലീലക്കാരെന്ന് പറയുന്നത് ഏറ്റവും വലിയ സംസ്കാരശൂന്യന്മാരായിരുന്നു. അവരൊക്കെ വളരെ സംസ്കാരശൂന്യന്മാരായിരുന്നു. ഗലീല പട്ടണം എന്ന് പറയുന്നത് തന്നെ വളരെ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത മുക്കുവന്മാരെ കൊണ്ട്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് കടന്നുപോയിട്ടില്ലാത്ത, വലിയ വികസനമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഗലീല. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിയിട്ട് ചെല്ലണം. ശലോമോൻ ആലയം പണിയുമ്പോൾ അശൂർ രാജാവ് ശലോമോന്റെ ആലയത്തിന് ആവശ്യമുള്ള ദേവദാരുക്കൾ കൊടുത്തു. ശലോമോൻ ആവശ്യപ്പെട്ടതുപോലെ അശൂർ രാജാവ് തന്റെ രാജ്യത്ത് നിന്ന് നല്ല നല്ല കാതലുള്ള ദേവദാരുക്കളെ യെരൂശലേം ദേവാലയം പണിയുന്നതിന് വേണ്ടിയിട്ട് അഴച്ചു കൊടുത്തു. അതിന്റെ പ്രത്യുപകാരമായിട്ട് ശലോമോൻ അശൂർ രാജാവിന് 7 ഗ്രാമങ്ങൾ കൊടുത്തു. ആ 7 ഗ്രാമങ്ങളിൽ പെടുന്ന ഒരു ഗ്രാമമായിരുന്നു ഗലീലയ. ആ രാജാവ് ദൂതന്മാരെ അഴച്ച് അവര് വന്ന് നോക്കുമ്പോൾ ഒരു സംസ്കാരമില്ലാത്ത ജനങ്ങൾ പാർക്കുന്ന സ്ഥലം. രാജാവ് ശലോമോനോട് പറഞ്ഞു, എനിക്കും വേണ്ട. അതായത് അങ്ങനെ ഒരു സംസ്കാരമില്ലാത്ത, ഒരു പുരോഗതിയില്ലാത്ത ഈ 7 പ്രദേശങ്ങള്, ഗ്രാമങ്ങള് വേണ്ട എന്ന് പറയുന്നത് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കണം, കർത്താവിന്റെ ശുശ്രൂഷ മണ്ഡലം ഗലീല കടൽപ്പുറത്തും ആ ഏരിയയിലുമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തില് പത്രോസിന്റെ പ്രസംഗം കേട്ട് ആ പുരുഷന്മാര് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ അവിടെ വായിക്കുന്നുണ്ടോ? ഇവർ ഗലീലക്കാരല്ലയോ? ദൈവത്തിന്റെ ഈ വൻകാര്യങ്ങളെ ഇവർ എങ്ങനെ പ്രസ്താവിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സംസ്കാരമില്ലാത്ത ദേശത്ത് ജനിച്ചു വളർന്നവര്. പത്രോസിനെ കുറിച്ച് നാം കാണുമ്പോൾ കർത്താവ് പടകിലേക്ക് അടുത്തപ്പോൾ അവന് വസ്ത്രമില്ലായികയാൽ അവൻ വെള്ളത്തിൽ ചാടി എന്ന് പറയുന്നത്. അപ്പോ ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ഭോഷത്വമായത് തെരഞ്ഞെടുത്ത ദൈവം, ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിലും ബലഹീനതമായത് തെരഞ്ഞെടുത്ത ദൈവം. എന്തിനാ പാസ്റ്റർ ഇത് പറയുന്നത്? നിങ്ങളും ബലം പ്രാപിക്കേണ്ടതിനാണ്. നമുക്കൊക്കെ ആദ്യം വിചാരിക്കും, അയ്യോ എനിക്കൊരു ശക്തിയില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മളൊന്ന് സമർപ്പിച്ചാൽ നമ്മളെ ശക്തമായി ഉപയോഗിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്, നീതിമാനാണ്. അതിനെന്ത് വേണം? ആത്മാവിന്റെ വാളാകുന്ന വചനം നമ്മുടെ കയ്യിൽ വേണം. അതിനാണ് പഠനം ആവശ്യമായി വന്നത്. ഇന്ന് എല്ലാവർക്കും കുത്തിപ്പിടിച്ചിരുന്ന വചനം പഠിക്കുന്നതിലല്ല, പ്രസംഗം കേൾക്കുന്നതിലാ താല്പര്യം. പ്രസംഗം കേൾക്കുമ്പോൾ ആ പ്രസംഗം നമ്മളെ പെട്ടെന്ന് മറന്നു പോകും. എന്നാൽ നിങ്ങൾ ക്ലാസ്സുകളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിക്കേ. അതൊക്കെ നമുക്ക് പഠിക്കുവാനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുകയും വചനം പിന്നെയും പിന്നെയും അറിയുവാനുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, ഞാൻ താഴോട്ട് വരട്ടെ. അപ്പോൾ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളെ സമഭീഷണ സുവിശേഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ 3 സുവിശേഷങ്ങളെ സമഭീഷണ സുവിശേഷങ്ങൾ എന്നാണ് പറയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വിഷയപരമായി ഇവ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇവയ്ക്ക് വളരെ സാമ്യമുണ്ട്. വിഷയങ്ങളുടെ ക്രമീകരണത്തിലും വീക്ഷണത്തിലും ഈ 3 സുവിശേഷങ്ങളും വ്യത്യസ്തമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് സമഭീഷണ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആ സുവിശേഷങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനവും സ്നാനവും കർത്താവിന്റെ പ്രവൃത്തികളും അത്ഭുതങ്ങളും കർത്താവിന്റെ പീലാത്തോസിന്റെ കൽത്തളത്തിലെ ന്യായവിധികളും ക്രൂശുമരണവും എല്ലാം ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന ആ 3 സുവിശേഷത്തെ പറയുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുകയാണ്. അവരെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം അവര് കൊടുക്കാത്ത പ്രാധാന്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതി. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മഹത്വകരമായ ഗ്രന്ഥമായിട്ട് യോഹന്നാന്റെ സുവിശേഷം അറിയപ്പെടുന്നത്.
അതുകൊണ്ടാണ് ഈ സുവിശേഷം തന്നെ നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പ്രാരംഭമായിട്ട് നിങ്ങളോട് പറഞ്ഞത്. പ്രത്യേകിച്ച് നാം ഓർക്കണം, ഉദാഹരണം ആദ്യത്തെ 3 സുവിശേഷങ്ങൾ ആരംഭിക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തെയോ സ്നാനത്തെയോ കുറിച്ചുള്ള പ്രസ്താവനയോടുകൂടിയാണ്. അപ്പം മറ്റുള്ള 3 സുവിശേഷങ്ങളും എടുത്ത് നാം വായിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ആരംഭത്തെ കാണുന്നത് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നാനത്തെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ 3 സുവിശേഷങ്ങളും ആരംഭിക്കുന്നത്. എന്നാൽ 4-മത്തെ സുവിശേഷം വ്യത്യസ്തമാണ്. അതിന്റെ ആരംഭം വ്യത്യസ്തമായ നിലയിൽ വചനത്തെക്കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടാണ് ആ സുവിശേഷം ആരംഭിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും ഉളവായതില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മറ്റുള്ള സുവിശേഷങ്ങളിലെ പ്രാരംഭ തീമല്ല യോഹന്നാന്റെ സുവിശേഷം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിന് ഇത്രയും പ്രാധാന്യത വർദ്ധിച്ചു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്കൊക്കെ വരാം. പ്രത്യേകം ഓർക്കണം, അപ്പോൾ അതുകൊണ്ട് യോഹന്നാന്റെ 4-മത്തെ സുവിശേഷം മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്നെല്ലാം എന്താണ്? വളരെ വ്യത്യസ്തമാണ്, മറ്റൊരു ധ്രുവത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ 3 സുവിശേഷങ്ങളും യേശുക്രിസ്തുവിന്റെ ദേവാലയ ശുദ്ധീകരണം തന്റെ ശുശ്രൂഷയുടെ അന്ത്യമായിട്ടാണ് കാണുന്നത്. മറ്റ് 3 സുവിശേഷങ്ങളും എടുത്ത് നാം പഠിക്കുമ്പോൾ അതിലെല്ലാം കർത്താവിന്റെ ജനനവും സ്നാനവും പ്രവൃത്തികളും എല്ലാം കഴിഞ്ഞ് അവസാനം കർത്താവ് യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതാണ് മറ്റ് 3 സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ദാവീദ് പുത്രൻ ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഹോശാന ഹോശാന എന്ന് പാടിക്കൊണ്ട് യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഒരു കർത്താവായ യേശുക്രിസ്തുവിനെ കഴുതപ്പുറത്ത് കയറി വരുന്ന ഒരു ചിത്രമാണ് മറ്റു സുവിശേഷങ്ങളിലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യെരുശലേം ദേവാലയത്തിലെ ശുശ്രൂഷ ആരംഭത്തിൽ കാണുകയാണ്. ആരംഭത്തിലാണ് ഈ സുവിശേഷത്തിൽ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ദേവാലയ ശുദ്ധീകരണം തന്റെ ശുശ്രൂഷയുടെ അന്ത്യമായിട്ടാണ് ആ സുവിശേഷങ്ങളിൽ കാണുന്നത്. എന്നാൽ 4-മത്തെ സുവിശേഷത്തിൽ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ പ്രാരംഭമായിട്ട് കാണുന്നു. ആദ്യത്തെ 3 സുവിശേഷങ്ങൾ ചരിത്രപരമെങ്കിലും 4-മത്തെ സുവിശേഷം ദൈവശാസ്ത്രപരമാണ്. പ്രത്യേകം ഓർക്കണം, മറ്റു 3 സുവിശേഷങ്ങൾ ഒരിക്കലും മോശമാണെന്നല്ല കേട്ടോ, പ്രത്യേകം ഓർക്കണം. അതില് അവര് വിട്ടുപോയത് ധന്യനായ യോഹന്നാൻ ഇതിൽ ചേർത്തു എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ അത് ഇനിയും യോഹന്നാൻ ഒരു സുവിശേഷം എഴുതുമ്പോൾ ഇനിയും അതിനെ കൂട്ടുപിടിച്ച് എഴുതുവാനല്ല, ഇനി ജനത്തിന് ക്രിസ്തുവിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് നാം വായിച്ചത്, അവൻ ദൈവത്തിന്റെ പുത്രനെന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ ജീവൻ പ്രാപിക്കേണ്ടതിന് ഇത് എഴുതുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ പ്രത്യേകം ഓർക്കണം, ആ സുവിശേഷങ്ങളൊന്നും മോശമല്ലട്ടോ. ഒരിക്കലും പാസ്റ്റർ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ സുവിശേഷങ്ങളിൽ കൊടുത്തിരിക്കുന്ന ആ പ്രാധാന്യതയെല്ലാം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ അതില് അന്ത്യകാലത്താണ് യെരുശലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശനവും ശുശ്രൂഷയും ചമ്മട്ടികൊണ്ട് പൊന്മാണിയക്കാരെ എല്ലാം അടിച്ച് മാറ്റുന്നതെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് ആ പ്രാരംഭത്തിൽ കാണുകയാണ്. അതാണ് ഇതെല്ലാം നമ്മൾ വചനം പഠിച്ചു കഴിയുമ്പോൾ ഓരോന്നും പഠിക്കുമ്പോൾ നമുക്ക് വചനം പഠിക്കുവാൻ താല്പര്യം കൂടിക്കൊണ്ടിരിക്കും. ദൈവമനസ്സ് അന്വേഷിക്കുന്നവർക്ക് വചനം പഠിക്കുവാൻ താല്പര്യം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത ഈ സുവിശേഷത്തിനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഈ സുവിശേഷം ദൈവശാസ്ത്രപരമാണ്. ഓക്കെ, അതിനാൽ 4-മത്തെ സുവിശേഷം മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട്. ഓക്കെ, 4-മത്തെ സുവിശേഷങ്ങളുടെ പ്രതിപാദ വിഷയം ഒന്ന് തന്നെ, 4 സുവിശേഷങ്ങളുടെ പ്രതിപാദ വിഷയം ഒന്ന് തന്നെയാണെങ്കിലും യോഹന്നാൻ എഴുതിയ സുവിശേഷം സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നും പല കാര്യങ്ങളിലും വ്യത്യസ്തമാണ്.
മറ്റുള്ള 3 സുവിശേഷങ്ങളിൽ നിന്നും യോഹന്നാന്റെ സുവിശേഷം വ്യത്യസ്തമാണ്. സമവീക്ഷണ സുവിശേഷങ്ങളെ പല കാര്യങ്ങളും ഇതിലില്ല. പ്രത്യേകം ഓർക്കണം, അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. പിന്നെയും പിന്നെയും ആവർത്തിച്ച് എന്തിനാണ് സമയം കളയുന്നത്? അവസാനം യോഹന്നാൻ പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതുവാൻ ഈ ലോകത്തിൽ ഒരു പുസ്തകവും തികയില്ല എന്ന്. അപ്പോൾ പുതിയത് ദൈവിക ആത്മീയ മർമ്മങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ അത്ഭുതങ്ങളുടെയും പ്രാധാന്യത വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഈ സുവിശേഷങ്ങൾ പല കാര്യങ്ങളും സമവീക്ഷണ സുവിശേഷങ്ങളിലുമില്ല. ഈ സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ള സുവിശേഷങ്ങളിൽ അന്വേഷിച്ചാൽ ഉണ്ടാകില്ല. അപ്പൊ അതും പ്രത്യേകം ഓർക്കണം. സമവീക്ഷണ സുവിശേഷങ്ങളില് മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയ സുവിശേഷങ്ങളില് പല കാര്യങ്ങളും യോഹന്നാൻ എഴുതിയിട്ടില്ല. വിട്ടുകളഞ്ഞതാണോ? മനഃപൂർവമായിട്ട് വിട്ടുകളഞ്ഞതാ. 4 സുവിശേഷങ്ങളും വായിക്കുന്നത് തന്നെ പിന്നെയും നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ അത് മനഃപൂർവമായിട്ട് വിട്ടുകളഞ്ഞിട്ട് മറ്റ് പല കാര്യങ്ങളും ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ ഭംഗിയായ, വളരെ മനോഹരമായി തന്നെയാണ് ഞാൻ ഈ നോട്ടുകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം എൻ്റെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ കോളേജിൽ പോകാത്തവരുണ്ടാകാം, പോയവരുമുണ്ടാകാം. എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടത്തക്കവണ്ണമാണ് നമുക്ക് ഈ പഠനം മുന്നോട്ട് പോകേണ്ടത്. ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരും നാളെ വരുന്ന ക്ലാസ്സിലും സന്തോഷത്തോടെ വന്ന് അറ്റൻഡ് ചെയ്യുവാൻ കഴിയണം. നല്ലൊരു പഠനമാണ് ഇത്. പഠിച്ചാൽ ഏറെ പ്രയോജനകരമാണ്. ഇതെൻ്റെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ആവശ്യമാണ് എന്ന് കണ്ട് വീണ്ടും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുവാൻ കാരണമായി തീരണം. അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം, യേശുവിൻ്റെ ജനനം, സ്നാനം, പരീക്ഷ, മരുഭൂമിയിലെ പരീക്ഷകനായ സാത്താനെ പരീക്ഷിക്കുന്നത് 3 സുവിശേഷങ്ങളും എഴുതിയപ്പോൾ യോഹന്നാൻ അത് വിട്ടുകളഞ്ഞു. അന്ത്യത്താഴം, ഗെത്സമനത്തോട്ടത്തിലെ പ്രാർത്ഥന, സ്വർഗാരോഹണ വിവരങ്ങൾ എന്നീ സംഭവങ്ങൾ ഈ സുവിശേഷത്തിൽ ഇല്ല. ഇതിൽ സ്വർഗാരോഹണം ഒന്നും പറഞ്ഞിട്ടില്ല. അന്ത്യത്താഴം, ഗെത്സമനത്തോട്ടത്തിലെ പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യോഹന്നാൻ പറഞ്ഞിട്ടില്ല. പിന്നെയോ യേശു പറഞ്ഞിട്ടുള്ള ഒരു ഉപമയും ഇതിലില്ല. അപ്പൊ യേശു പറഞ്ഞിട്ടുള്ള ഒരു ഉപമയും യോഹന്നാന്റെ സുവിശേഷത്തിൽ വന്ന് നിങ്ങൾ തപ്പി നോക്കരുത്. അതൊന്നും ഇതിൽ എഴുതിയിട്ടില്ല. എന്നാൽ ഉപമകളിലെ ആത്മീയത ഈ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവിടെ കർത്താവ് പറഞ്ഞ ഉപമകള് അത് ദൈവശാസ്ത്രപരമായി അന്വേഷിക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിട്ട് കടന്നു വരണം. കർത്താവ് മറ്റ് 3 സുവിശേഷങ്ങളിൽ പറഞ്ഞ ഉപമകളുടെ ആകെ തുക മനസ്സിലാക്കുവാൻ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നമെന്ന്. എന്തിനാണ് യോഹന്നാന്റെ സുവിശേഷം ഒരു പഠന വിഷയമാക്കിയത്? ഇത് പഠിച്ചാൽ അത് നിങ്ങൾക്ക് പഠിക്കാതെ തന്നെ മനസ്സിലാകും. മറ്റ് 3 സുവിശേഷങ്ങൾ പഠിക്കാതെ തന്നെ ഇത് പഠിച്ചാൽ ആ സുവിശേഷങ്ങളിലെയും കണ്ടന്റ് എന്തെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് സമവീക്ഷണ സുവിശേഷങ്ങളിൽ യോഹന്നാൻ സ്നാപകന്റെ അറസ്റ്റിന് ശേഷമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. പ്രത്യേകം ഓർക്കണം, മറ്റുള്ള 3 സുവിശേഷങ്ങളിലും സ്നാപക യോഹന്നാനെ കുറിച്ചെല്ലാം എഴുതി അവന്റെ അറസ്റ്റോട് കൂടിയാണ്, അവൻ ജയിലറയിലാകുമ്പോഴാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ തടവിലായപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഗലീലയിൽ ചെന്ന കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ മറ്റു സുവിശേഷങ്ങളിലെല്ലാം യോഹന്നാന്റെ അറസ്റ്റോട് കൂടി അടുത്ത വേലക്കാരനായിട്ടാണ് കർത്താവ് ഇറങ്ങുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെയല്ല.
യോഹന്നാന്റെ സുവിശേഷത്തില് രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കുക. അതൊക്കെയാണ് അതിലില്ലാത്ത പലതും ഇതിലുണ്ട് എന്ന് പറയുവാൻ കാരണം. രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭിക്കുന്നത് മർക്കോസ് 1:14, മത്തായി 4:12, ലൂക്കോസ് 3:18 മുതൽ 20 വരെ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇവർ രണ്ടുപേരും ഏതാനും നാളുകളിൽ ഒരേ സമയത്ത് യഹൂദയിൽ പ്രവർത്തിച്ചിരുന്നതായി നമ്മൾ കാണുകയാണ്. കർത്താവായ യേശുക്രിസ്തുവും തന്റെ ശിഷ്യന്മാരും സ്നാനപ്പെടുത്തുമ്പോൾ യോഹന്നാൻ മറ്റൊരു അടുത്ത് സ്നാനപ്പെടുത്തുകയാണ്. എന്നാലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഒരിക്കലും എന്താണ് ഇത് തമ്മിലുള്ള വൈരുദ്ധ്യമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എല്ലാം ദൈവത്തിന്റെ ഹിതമാണ്, ദൈവ ഇഷ്ടമാണ്. യോഹന്നാനും കർത്താവും ഒരേ സമയത്ത് യഹൂദയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി അതിപ്രാധാന്യമായിട്ട് നാം ഈ 4 സുവിശേഷങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അതായത് ഈ 4 സുവിശേഷങ്ങളെ നമ്മൾ ഒന്ന് വീക്ഷിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് 4 സുവിശേഷങ്ങളും പറഞ്ഞിരിക്കുന്നത്, മത്തായി പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ രാജാവായി ചിത്രീകരിച്ചിരിക്കുകയാണ്. എന്തിനാണ്? യഹൂദന്മാർ ഒരു രാജാവിനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ മത്തായി തന്റെ സുവിശേഷം യേശു ക്രിസ്തുവിനെ രാജാവായി കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിദ്വാന്മാർ കടന്നു ചെന്നേച്ചും ഹേരോദ രാജാവിനോട് ചോദിച്ചത്, യഹൂദയുടെ രാജാവായി പിറന്നവൻ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹേരോദാവ് തന്നെ ഞെട്ടിപ്പോകുവാൻ ഇടയായി തീർന്നു. തന്റെ കൊട്ടാരത്തിൽ ആരും ജനിച്ചിട്ടില്ല, പിന്നെ യഹൂദയുടെ രാജാവായി പിറന്നവൻ ആര് എന്ന് അവൻ ഭയപ്പെടുവാൻ ഇടയായി തീർന്നു. അതിന് 33.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ആൻസർ യഹൂദ കേൾക്കുന്നത്. എപ്പോഴാണ്? പീലാത്തോസിന്റെ മുന്നില് ന്യായവിസ്താരത്തിന് നിൽക്കുന്ന കർത്താവിനോട് പീലാത്തോസ് ചോദിക്കുന്നു, നീ യഹൂദന്മാരുടെ രാജാവോ? കർത്താവ് അതിന് ആൻസർ പറയുന്നു, അതെ, ഞാനാകുന്നു. ഞാൻ യഹൂദന്മാരുടെ രാജാവാകുന്നു. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടത് ഞാൻ യുഗത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരായവരെല്ലാവരും എന്റെ വാക്കു കേൾക്കുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു ഹേരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ കേട്ട ആ മാറ്റുലിക്ക് മറുപടി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് മത്തായി സുവിശേഷം എഴുതിയത് യേശു ക്രിസ്തു രാജാവാണെന്ന് കാണിക്കുവാനാണ്. പ്രത്യേകം ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തു ജഡാവതാരം എടുത്ത് ഭൂമിയിൽ അവതരിച്ചത് യഹൂദന്മാരുടെ രാജാവ് മശിഹായായിട്ടും നമ്മുടെ രക്ഷകനായിട്ടുമാണ്. അപ്പൊ കർത്താവ് ജഡദ്വാരണം എടുത്തത് യഹൂദന്മാരുടെ രാജാവായിട്ടും ജാതികളുടെ രക്ഷകനായിട്ടാണ് കർത്താവ് ജനിച്ചത്. എന്നാൽ ഇനി ഈ ഭൂമിയിലേക്ക് വരുന്ന കർത്താവ് രാജാതിരാജാവും കർത്താവുമായിട്ട് സകല മനുഷ്യരുടെയും രാജാവായിട്ടാണ് അവൻ 1000 വർഷത്തെ വാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ സഹസ്രാബ്ദ യുഗത്തില് കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരുന്നത്. ഓക്കെ, നമുക്ക് ആ കാര്യം വ്യക്തമാക്കണം. അപ്പോൾ മത്തായി സുവിശേഷം എഴുതിയത് കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാർ കാത്തിരിക്കുന്ന മശിഹയാണ്. ആ ദാവീദിന്റെ പുത്രനായി ജനിച്ച ആ രാജാവായിട്ട് വന്ന് യഹൂദന്മാരെ രക്ഷിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്ന ആ രാജാവാണ് കർത്താവായ യേശു ക്രിസ്തുവെന്ന് തന്റെ എഴുത്തുകാര് മനസ്സിലാക്കേണ്ടതിനാണ് മത്തായി യേശു ക്രിസ്തുവിനെ രാജാവായിട്ട് എഴുതിയത്. അതുകൊണ്ടാണ് കർത്താവിന്റെ ക്രൂശിന്റെ മുകളിൽ എഴുതി വെച്ചത്, നസ്രേനായ യേശു യഹൂദന്മാരുടെ രാജാവ്. വെറുതെ എഴുതി വെച്ചതല്ല, അതെല്ലാം തിരുവചന പ്രകാരം തന്നെയാണ്. ആ ക്രൂശിച്ച കർത്താവിന്റെ ക്രൂശിന് മുകളിൽ എഴുതി വെച്ചു, കർത്താവായ യേശു
നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതൊന്നും വെറുതെ അല്ല. അപ്പൊ മത്തായിയുടെ സുവിശേഷത്തിൽ നാം ക്രിസ്തുവിനെ കാണുന്നത് രാജാവായിട്ടാണ്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിനെ മർക്കോസ് എഴുതിയിരിക്കുന്ന ഒരു ദാസനായിട്ടാണ്. ജഡശരീരം ധരിച്ചു വന്ന ഒരു ദാസനായി ജീവിച്ച ഒരു കർത്താവിനെയാണ് മത്തായി കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഈ മണ്ണിൽ ഇടമില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്തു ഭക്ഷിച്ചു, എവിടെയാണ് പാർത്തത്? അവൻ തീരങ്ങളിലും മരുഭൂമിയിലും എല്ലാം കുടിലുകളില്ലാതെ അവൻ പാർത്തു എന്ന് നാം കാണുകയാണ്. അവൻ അതിരാവിലെ എഴുന്നേറ്റ് എന്താണ് പ്രാർത്ഥിപ്പാൻ കടന്നു പോകുന്നതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പൊ കർത്താവിന്റെ ഈ ഭൂമിയിലെ ആ 3.5 വർഷത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് തനി ദാസ മനോഭാവത്തിലാണ്. അപ്പൊ ദാസനായി തീർന്നുകൊണ്ട് തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ ഒന്ന് കഴുകണമെങ്കിൽ ഒന്ന് ആലോചിച്ചേ, ഈ ലോകത്തില് ഒരൊറ്റ ഗുരു പോലും തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയ ചരിത്രമില്ല. ആ ചരിത്രമുണ്ടെങ്കിൽ ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് തന്റെ എളിമയെ, ദാസത്വത്തെ ഒന്ന് വെളിപ്പെടുത്തിയെങ്കിൽ, വിവേകാനന്ദൻ പറഞ്ഞതുപോലെ എന്റെ കാലത്ത് ആ ഗുരു ജീവിച്ചിരുന്നുവെങ്കിൽ എന്റെ ഹൃദയത്തിലെ രക്തം കൊണ്ട് ആ മനുഷ്യന്റെ കാല് ഞാൻ കഴുകുമായിരുന്നു. കാരണം അത്രമാത്രം ഗുരു എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനായ ഒരു മനുഷ്യനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ മർക്കോസ് എഴുതുമ്പോൾ ദാസനായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ലൂക്കോസ് എഴുതിയപ്പോൾ മനുഷ്യപുത്രനായിട്ട് കർത്താവിനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മുടെ കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശു മനുഷ്യപുത്രനെങ്കിൽ, മനുഷ്യനായിരുന്നുവെങ്കിൽ അവന് പാപം ചെയ്യുമല്ലോ? ഇല്ല, അവൻ മനുഷ്യനായിരിക്കുമ്പോൾ അവൻ പൂർണ്ണ ദൈവമാണ്. ദൈവത്തിന് പാപം ചെയ്യാൻ സാധിക്കുമ്പോൾ ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ട് അവനിൽ പാപമുണ്ടായിരുന്നില്ല. അതിന് പൗലോസ് എഴുതി, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി. 2 കൊരിന്ത്യർ 5:21. അപ്പോൾ ലൂക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ മനുഷ്യപുത്രനാണെന്ന് വെളിപ്പെടുത്തുവാനാണ്. അവൻ തിന്നും കുടിച്ചും മനുഷ്യരുടെ ഇടയിൽ പാർത്തു, പൂർണ്ണ മനുഷ്യനായി. കർത്താവിന് വിശന്നു, അവൻ ഭക്ഷണം കഴിച്ചു, അവൻ കരഞ്ഞു, അവൻ കുടിച്ചു. ഇതെല്ലാം നമ്മൾ കാണുന്നത് അവന്റെ മനുഷ്യത്വത്തെയാണ്. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ മനുഷ്യപുത്രനായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. യോഹന്നാൻ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് ദൈവപുത്രനായിട്ടാണ്. അപ്പൊ ഈ 4 സുവിശേഷങ്ങളും യേശു ക്രിസ്തു ആര് എന്ന് ചോദിച്ചാൽ പഠിക്കുന്ന നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു മത്തായിലെ രാജാവ്, മർക്കോസിലെ ദാസൻ, ലൂക്കോസിലെ മനുഷ്യപുത്രൻ, യോഹന്നാനിലെ ദൈവപുത്രൻ. ഓക്കെ, പിന്നെയുള്ള വിഷയം, ആ 4 സുവിശേഷങ്ങളിലെ വിഷയം എന്താണ്? ഇവരെല്ലാം അത് എഴുതുവാനുണ്ടായ വിഷയം എന്താണ്? മത്തായി എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു അധികാരമുള്ളവനാണെന്ന്. രാജാവെങ്കിൽ അവൻ അധികാരമുള്ളവനായിട്ടാണ് മത്തായി തന്റെ സുവിശേഷത്തിൽ വിഷയമെടുത്തിരിക്കുന്നത്. എന്നാൽ മർക്കോസ് എടുത്തിരിക്കുന്ന സേവനം എന്ന വിഷയത്തിലാണ്. ഒരു ദാസൻ സേവന മനോഭാവം ഉള്ളവനായിട്ട്, ലൂക്കോസ് സഹതാപമുള്ളവനായിട്ട്, മനുഷ്യരെ കണ്ട് സഹതപിക്കുന്നവൻ. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തില് ആ സ്ത്രീ വന്നത്, ജാതിയായ ആ സ്ത്രീ, കനാന്യ സ്ത്രീ വന്ന എന്താണ്, നായ്ക്കുട്ടികള് മേശയിൽ നിന്നും വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നും ജീവിക്കുന്നുണ്ടല്ലോ. തന്റെ കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടി ആ സ്ത്രീ ചോദിക്കുക. കർത്താവ് തിരിഞ്ഞു, മനസ്സലിഞ്ഞു.
ഇസ്രയേലിൽ പോലും ഇതുപോലെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല. സഹതപിക്കുന്നവനായ മനുഷ്യപുത്രൻ, അതാ ലൂക്കോസിന്റെ തീമെന്ന് പറയുന്നത്. എന്നാൽ യോഹന്നാന്റെ തീമെന്ന് പറയുന്നത് ദൈവത്വമാണ്, അവന്റെ ജ്ഞാനമാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചാണ് ആ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം എന്ന് പറയുന്നത് സഭാപരമായത്, സഭയ്ക്ക് വേണ്ടതായ സുവിശേഷം മത്തായിയുടെ സുവിശേഷം, മർക്കോത്തിന്റെ സുവിശേഷം പ്രസംഗപരമായത്. പ്രസംഗിക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? മർക്കോത്തിന്റെ സുവിശേഷമാണ്. ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങളല്ല. അതുകൊണ്ടാണ് ഈ പ്രോസ്പെരിറ്റിക്കാര് കൂടുതലും ഈ അത്ഭുതത്തിന്റെ, അടയാളത്തിന്റെയും പ്രോസ്പെരിറ്റിയുടെയും പുറകിൽ പോയി അതെല്ലാം എടുത്ത് ഇപ്പോൾ അത്ഭുതമുണ്ടാകും, ഇപ്പോൾ അടയാളമുണ്ടാകും. ഇതെല്ലാം എന്താ? പ്രസംഗത്തിന് വേണ്ടിയിട്ടാണ്. ആ സുവിശേഷത്തിന്റെ പ്രത്യേകത കർത്താവിന്റെ 35 അത്ഭുതങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഉപദേശമാണ്. ഏറ്റവും മനോഹരമായ സുവിശേഷം ലൂക്കോസിന്റെ കാലങ്ങളെയെല്ലാം ക്രമീകരിച്ചുകൊണ്ട്, അത് മാത്രമല്ല ദൈവത്തിന്റെ കർത്താവിന്റെ പുസ്തകം 66 പുസ്തകങ്ങളും 1600 വർഷങ്ങളിൽ പരമെടുത്ത് 40 പരം എഴുത്തുകാര് 1600 വർഷങ്ങൾ കൊണ്ട് അനേക സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതി ചേർക്കപ്പെട്ട ഈ 66 പുസ്തകങ്ങൾ ഒരു ചരടിൽ കോർത്ത പുഷ്പം പോലെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാം എഴുത്തുകാരെന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. മനുഷ്യനൊരു തൂലിക മാത്രമായിരുന്നു. പ്രത്യേകം നാം ഓർക്കണം, ദൈവത്തിന്റെ പുസ്തകത്തിന്റെ എഴുത്തുകാരെന്ന് പറയുന്നത് ഒരു തൂലിക മാത്രമാണ്. ഇതിന്റെ മുഴുവൻ എഴുത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ടാണ് ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്നത്. ഞാൻ ഈ റിലീജിയൻ എന്ന വിഷയം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. മറ്റുള്ള മതങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കുമ്പോൾ, ഇപ്പോൾ ഖുറാനെ കുറിച്ച് പഠിച്ചാൽ പോലും 144 അധ്യായങ്ങളാണ് ഖുറാനിലുള്ളത്. അത് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നൊന്നിനോട് ബന്ധമില്ലാത്ത അനേക കാര്യങ്ങളാണ് 114 അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ അതല്ല, ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിള് പഠിക്കുമ്പോൾ ലൂക്കോസ് എന്ന ജാതീയനായ മനുഷ്യൻ ദൈവത്തിന്റെ വചനം എഴുതുവാൻ ദൈവം അനുവദിച്ചു. അതുകൊണ്ട് യഹൂദനല്ലാത്ത ഒരു മനുഷ്യനായ ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തി എന്ന 2 പുസ്തകം എഴുതി. ഒന്നാലോചിച്ച് നോക്കണം. ദൈവം ആ മനുഷ്യനെ, ആ വൈദ്യനായ, ആ ഡോക്ടറായ ലൂക്കോസിനെ അനുവദിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഉപദേശപരമായതായിട്ടാണ് തന്റെ സുവിശേഷം എഴുതിയത്. എന്നാൽ യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതിയത് സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും സുവിശേഷീകരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതിയത്. പിന്നെ ആർക്ക് വേണ്ടി എഴുതി? ആദ്യകാലത്ത് ഇതൊക്കെ എഴുതുമ്പോൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എഴുതുന്നതാണ്. മത്തായി എഴുതിയത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം വായനക്കാര് യഹൂദ ക്രിസ്ത്യാനികളായിരുന്നു. അവർ വായിക്കുമ്പോൾ, പെട്ടെന്ന് ആ സുവിശേഷം വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഞങ്ങൾ കാത്തിരുന്ന മശിഹ, ദാവീദിന്റെ പുത്രനായി ഞങ്ങളെ രക്ഷിപ്പാൻ വരുന്ന ആ മശിഹ, ആ രാജാവ് യേശു ക്രിസ്തുവാണെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലാകും. അപ്പോൾ മത്തായിയുടെ സുവിശേഷം യഹൂദ ക്രിസ്ത്യാനികൾക്ക് എഴുതി. മർക്കോസിന്റെ സുവിശേഷം യവനന്മാർക്ക് എഴുതി. അന്ന് യവനായ സംസ്കാരം ലോകം മുഴുവൻ പടർന്നു പിടിച്ചിരുന്നു. അവരുടെ ഭാഷയിലാണ് പുതിയ നിയമം മുഴുവൻ എഴുതിയത്, ഗ്രീക്ക് ഭാഷയില. അതുകൊണ്ട് മർക്കോസ് എഴുതിയപ്പോ യവനായ ഭാഷയിൽ എഴുതി. ലൂക്കോസ് എഴുതിയപ്പോ റോമക്കാർക്ക് എഴുതി. ലൂക്കോസ് സുവിശേഷം എഴുതിയത് റോമക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ യോഹന്നാൻ എഴുതിയത് ചിതറിപ്പോയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് സുവിശേഷം എഴുതി. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നമ്മൾ പൂർണ്ണമായും, ആരെങ്കിലും ഇത് കേട്ട് നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ അവർ എഴുതി വെക്കണം.
മത്തായിയുടെ സുവിശേഷം ഞാൻ ഒന്നും കൂടെ പറയാം. മത്തായിയുടെ സുവിശേഷം യേശു ക്രിസ്തു രാജാവ്, വിഷയം അധികാരം, ഉദ്ദേശം ഉപദേശപരം, എഴുതിയത് യഹൂദ ക്രിസ്ത്യാനികൾക്ക്. മർക്കോസിന്റെ സുവിശേഷം ദാസൻ, യേശുക്രിസ്തുവിന്റെ ദാസനായി, വിഷയം സേവനം, ഉദ്ദേശം പ്രസംഗപരമായത്, എഴുതിയത് യവനന്മാർക്ക്. ലൂക്കോസിന്റെ സുവിശേഷം യേശുക്രിസ്തു മനുഷ്യപുത്രൻ, വിഷയം സഹതാപം, ഉപദേശം എന്താണ് ഉപദേശപരമായത് തന്നെ, ഉദ്ദേശം ഉപദേശപരമായത്, എഴുതിയത് റോമക്കാർക്ക്. യോഹന്നാന്റെ സുവിശേഷം 1 യേശുക്രിസ്തു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട്. 20:31 ഞാൻ പ്രാരംഭമായിട്ട് വായിച്ച വേദഭാഗം 20:31 യേശു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട്. അപ്പോൾ യേശുവിനെ ദൈവപുത്രനായിട്ട് എഴുതി. പിന്നെ എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച്. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടാകണം. തിയോളജി, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സുവിശേഷീകരണമാണ്. ലോകം മുഴുവൻ നിങ്ങൾ സുവിശേഷം അറിയിക്കണം. അതുപോലെ ഇത് എഴുതിയത് ചിതറിപ്പോയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇത് എഴുതി. അങ്ങനെ ഈ സുവിശേഷങ്ങളെ, 4 സുവിശേഷങ്ങളെയും എന്തെന്താണെന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പഠനം ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ പ്രത്യേകം ഓർക്കണം, എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത വിഷയമുണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്തോ, റോസ്മേരി സഹോദരിയെ ഫോൺ ചെയ്തോ ചോദിക്കണം. അങ്ങനെ നിങ്ങൾ നന്നായി വചനം പഠിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് എല്ലാം അറിയുന്നവരല്ല. പ്രത്യേകം ഞാനൊക്കെ വചനം പഠിക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഉൽപ്പത്തി പുസ്തകം 1 ആ വാക്യം മുതൽ എന്താണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22 വേദഭാഗമായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആമീൻ വരെ പറഞ്ഞ് അണ്ടർലൈൻ ഇട്ട് നിർത്തുന്ന വേദഭാഗങ്ങള് അങ്ങനെ പഠിപ്പിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ 22 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിള് പഠിക്കാൻ പോയത്. എന്നാൽ അങ്ങനെയല്ല ബൈബിൾ പഠിക്കുന്നതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബൈബിൾ പഠനം പല ഭാഗങ്ങളിലായിട്ട് നിന്ന് പഠിക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വരുന്നവര് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ നമുക്കും ക്ലാസ്സുകൾ മനസ്സിലാവും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചറിയിക്കുക. നമുക്ക് ഒന്നിച്ചു ചേർന്ന് അത് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ്, പ്രാരംഭ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് മഹത്വം. അനുഗ്രഹീതമായ നല്ല വൈകിയ വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, യോഹന്നാൻ എഴുതിയ സുവിശേഷ പഠനത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് വരുവാൻ സ്വർഗമൊരുക്കിയ നല്ല മുഖാന്തരങ്ങൾക്ക് നന്ദി. കർത്താവെ, ഈ മീഡിയയെ കർത്താവിന്റെ കരങ്ങളിൽ തരികയാണ്. ഈ നാളുകളിൽ ഈ മീഡിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ഈ കർത്താവെ ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വന്ന ദൈവവചനം പഠിക്കുവാൻ താല്പര്യമുണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും എല്ലാം കൊടുത്ത് ദൈവം അവരെയെല്ലാം മാനിച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ മീഡിയയുടെ അഗ്നായിരിക്കുന്ന മേരി സഹോദരി കുടുംബത്തെ എല്ലാം ഓർത്ത്, റോസ്മേരി ഫാമിലി എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവം ധാരാളമായി മാനിച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, താങ്ക് യു.